നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മൂട്ടിൽ തീയിട്ട് ട്രംപ് ഓടുമോ? ഈ ഭയത്തിലാണിപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ. ഇറാൻ യുദ്ധത്തിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ വെട്ടിലാക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളെ. ഹോർമുസ് കടലിടുക്കിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ ഇറാൻ്റെ കയ്യിലാണ്. ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളോട്, പ്രത്യേകിച്ച് UK പ്രധാനമന്ത്രിയോട് പറഞ്ഞിരുന്നു, ഹോർമുസ് തുറക്കണമെങ്കിൽ നിങ്ങൾ പോയി തുറന്നോളൂ, എനിക്കതിൽ ഉത്തരവാദിത്വമില്ല. അമേരിക്കയുടെ കയ്യിൽ ആവശ്യത്തിനുള്ള എണ്ണയുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എണ്ണ വിൽക്കാമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഞങ്ങൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ നടന്നു. ഇറാൻ്റെ ആയുധശേഷി കുറയ്ക്കുകയായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. ഒപ്പം ഭരണത്തലവന്മാരെ മാറ്റുകയും. അക്കാര്യത്തിൽ തങ്ങൾ വിജയിച്ചുവെന്നാണ് ട്രംപിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ ഇറാനെതിരെയുള്ള ആക്രമണങ്ങളിൽ ഒരുവിധ വിട്ടുവീഴ്ചയും ഇസ്രായേൽ ചെയ്യുന്നില്ല. കനത്ത ആക്രമണങ്ങൾ ഇറാനിൽ തുടരുകയാണ് ഇസ്രായേൽ. മറുപടി എന്നോണം ഗൾഫ് മേഖലയിലേക്ക് അതിശക്തമായ ആക്രമണം ഇറാൻ നടത്തുന്നു. അമേരിക്ക പെട്ടെന്ന് പിൻവലിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ കലി തീർക്കുമെന്ന ഭയമാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക്. ഇന്നലെ രാത്രി മുതൽ ഗൾഫ് മേഖലയിൽ അതിശക്തമായ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തുന്നത്. കുവൈറ്റ് വിമാനത്താവളത്തിലെ ഇന്ധന ടാങ്കിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ടാങ്കിന് കേടുപാടുകൾ സംഭവിച്ചു. കുവൈറ്റ് വിമാനത്താവളത്തിന് നേർക്ക് ഇത് 5ാം തവണയാണ് ഇറാൻ ആക്രമണം നടത്തുന്നത്. ഇറാൻ തൊടുത്ത മിസൈലുകൾ UAE ഫുജറയിൽ അപകടം വിതച്ചു. വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ തകർത്തുവെങ്കിലും അതിന്റെ അവശിഷ്ടങ്ങൾ ഒരു ഫാമിൽ വീണ് ഒരു ബംഗ്ലാദേശ് സ്വദേശി കൊല്ലപ്പെട്ടു. ബഹ്റിനിൽ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ കെട്ടിടത്തിന് തീപിടിച്ചു. സിവിൽ ഡിഫൻസ് തീ നിയന്ത്രണ വിധേയമാക്കി. സൗദി അറേബ്യയ്ക്ക് നേരെയും നിരവധി ഡ്രോണുകളാണ് ഇറാൻ തൊടുത്തത്. മേഖലയിൽ സംഘർഷം പുകയുന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ സുരക്ഷാ നടപടികൾ ഊർജിതമാക്കിയിരിക്കുന്നു. അമേരിക്കയോട് അടിയന്തരമായി യുദ്ധം അവസാനിപ്പിക്കരുത് എന്നാവശ്യപ്പെടുന്ന ഘട്ടത്തിലെത്തി ഇപ്പോൾ സൗദിയും UAEയും ഒക്കെ. ഇറാനുമായുള്ള യുദ്ധം താൻ വളരെ വേഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞത്. 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ ഒരു തീരുമാനമുണ്ടാകുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. ഞങ്ങൾ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഏകദേശം 2 ആഴ്ചയ്ക്കുള്ളിലോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിലോ ഒരു തീരുമാനമെടുക്കും. ഇറാനുമായുള്ള യുദ്ധത്തിൽ അടുത്ത ദിവസങ്ങൾ നിർണായകമായിരിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഗെക്സത്ത് പറയുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങൾ അതിനിർണായകമായിരിക്കും. ട്രംപ് പതുങ്ങുന്നത് കുതിക്കാനാവും എന്ന ചിന്തയാണ് പൊതുവെ യുദ്ധവിദഗ്ധർക്ക്. മറുവശത്ത് ഇസ്രായേൽ അണുവെട ശക്തമായ ആക്രമണത്തിൽ നിന്ന് വ്യതിചലിക്കാത്തത് ഇത്തരമൊരു ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് ട്രംപും നീങ്ങുന്നതെന്ന് സൂചിപ്പിക്കുന്നു. ഇതിനിടയിൽ ദുബായിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റത് ഏഷ്യൻ വംശജർക്ക്. ശത്രുരാജ്യമായ അമേരിക്കയിലേക്കോ ഇസ്രായേലിനോ ഇറാനിലെ ചിത്രങ്ങളോ വീഡിയോകളോ അയക്കുന്നത് വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എന്ന് ഇറാൻ ഭരണകൂടം പറയുന്നു. അങ്ങനെ ചെയ്താൽ എല്ലാ സ്വത്തുക്കളും കണ്ടുകെട്ടി വധശിക്ഷയ്ക്ക് വിധേയരാക്കാനാണ് ഇപ്പോൾ ഭരണകൂടമെടുത്ത തീരുമാനം. മറുവശത്ത് ഇറാൻ ഭരണകൂടം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന ചോദ്യം ശക്തമാകുന്നു. ഇറാൻ ഭരണകൂടം പൂർണ്ണമായി IRGCയുടെ നിയന്ത്രണത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാൻ പറയുന്നത് ആക്രമണം നടന്ന സ്ഥലങ്ങളുടെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ തങ്ങൾ ലക്ഷ്യമിട്ട ഇടം കൃത്യമാണ് എന്ന് ശത്രു തിരിച്ചറിയും. അത്തരം വിവരങ്ങൾ നൽകുന്നത് ശത്രുവുമായി സഹകരിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ടാണ് ഇത്തരം കടുത്ത ശിക്ഷാ നടപടികൾ. മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ ഇപ്പോൾ തകർന്നു നിൽക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നത് എങ്ങനെ എന്ന് ചർച്ച ചെയ്യുന്നതിനായി ബ്രിട്ടൻ ഈ ആഴ്ച ഏകദേശം 35 രാജ്യങ്ങളുടെ യോഗം വിളിക്കുമെന്നറിയിച്ചു. പ്രധാനമന്ത്രി കെയർ സ്റ്റാമറോട് ഇക്കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞു, ഈ യുദ്ധത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് പങ്കാളികളായി എത്തിയില്ല, അതുകൊണ്ട് തന്നെ ഇനി ഹോർമുസ് കടലിടുക്ക് തുറക്കുക ഞങ്ങളുടെ ലക്ഷ്യമല്ല. ഇതോടെ പൂർണ്ണമായി വെട്ടിലായിരിക്കുകയാണ് യുകെയുടെ ജെറ്റ് ഇന്ധന സ്റ്റോക്ക് പൂർണ്ണമായും നിലയ്ക്കുന്ന ഘട്ടത്തിലെത്തി. വിമാനങ്ങൾ താഴെയിറക്കേണ്ട ഘട്ടത്തിലെത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടഞ്ഞുകിടന്നാൽ ജെറ്റ് ഇന്ധനമടക്കം ഇന്ധനക്ഷാമം കടുത്ത തോതിൽ നേരിടേണ്ടി വരും UK. അമേരിക്കയിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ ജെറ്റ് ഇന്ധനവും എണ്ണയുമൊക്കെ UK കൊണ്ടുവരണമെങ്കിൽ അതിന് ഒരുപാട് ചിലവ് വരും. ഇക്കഴിഞ്ഞ ദിവസം ഫ്രാൻസിനെ രൂക്ഷമായി ട്രംപ് വിമർശിച്ചിരുന്നു. ഏറ്റവും നിർണായകമായ ഒരു യുദ്ധത്തിൽ തങ്ങൾക്കൊപ്പം ഫ്രാൻസ് സഹകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇനി അമേരിക്കയുടെ പിന്തുണ ഫ്രാൻസ് പ്രതീക്ഷിക്കേണ്ടതില്ല.
ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ഹോർമുസ് വീണ്ടും തുറക്കുന്നതിനും വേണ്ടി ഫ്രാൻസുമായി അടുത്ത ബന്ധം പുലർത്താൻ ജപ്പാൻ സമ്മതിച്ചുവെന്ന് ജപ്പാൻ പ്രധാനമന്ത്രി സനി തകായിച്ചി പറയുന്നു. സാധാരണയായി മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് UK ആവശ്യമായ 90% എണ്ണ എത്തുന്നത്. കടലിടുക്ക് അടച്ചുപൂട്ടലിൻ്റെ സാമ്പത്തികാഘാതം ഏറ്റവുമധികം ഏൽക്കേണ്ടി വരുന്നത് UK അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക്. അമേരിക്ക പിൻവാങ്ങിയാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് തങ്ങളുടെ സുരക്ഷയ്ക്കായി പൂർണ്ണമായി ഇസ്രയേലിനെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യത്തിലെത്തും. യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലേക്ക് എത്തി നോക്കാതിരിക്കുന്നതാണ് അതിൻ്റെ മുഖ്യ കാരണം. സാഹചര്യം ചൈന ഉപയോഗപ്പെടുത്താതിരിക്കാൻ ഇസ്രയേൽ പരമാവധി ശ്രദ്ധിക്കും. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇസ്രയേലിനൊരു നിർണായക സ്വാധീനം കൈവരുന്ന കാഴ്ചയാണ് മറുവശത്ത്. എന്നാൽ ട്രംപിൻ്റേത് വെറും അടവ് നയമാണെന്നും ഹോർമുസ് കടലിടുക്കിൻ്റെ പേരിൽ യൂറോപ്യൻ രാജ്യങ്ങളെ കളത്തിലിറക്കുകയാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ഭരണ നിയന്ത്രണം ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഏറ്റെടുത്തുവെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ഇറാനിയൻ ഭരണകൂടവും ഇറാനിയൻ സൈനിക നേതൃത്വവും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ പ്രസിഡന്റിനെ പൂർണ്ണമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിട്ടു. ഭരണ നിയന്ത്രണം പൂർണ്ണമായി IRGC ഏറ്റെടുത്തുവെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. പ്രസിഡൻഷ്യൽ നിയമനങ്ങളും തീരുമാനങ്ങളുമൊക്കെ IRGC തടയുകയും അധികാര നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തു. ഇതോടെ ഭരണമാറ്റം കാര്യനിർവഹണത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഒരു പുതിയ രഹസ്യാന്വേഷണ മന്ത്രിയെ നിയമിക്കാനുള്ള പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ ശ്രമങ്ങൾ IRGC ചീഫ് കമാൻഡർ അഹമ്മദ് വാഹിദിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് പരാജയപ്പെട്ടു. ഹുസൈൻ ദഹാൻ ഉൾപ്പെടെ നിർദ്ദേശിക്കപ്പെട്ട എല്ലാ സ്ഥാനാർത്ഥികളെയും IRGC നിരസിച്ചു. യുദ്ധ സാഹചര്യങ്ങൾ പരിഗണിച്ച് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർണായകവും സെൻസിറ്റീവുമായ ഒരു തീരുമാനങ്ങളും പ്രസിഡന്റ് കൈക്കൊള്ളരുത് എന്നാണ് IRGCയുടെ ഉത്തരവ്. സമീപ ദിവസങ്ങളിൽ മുജ്തബ ഖമനേയിയുമായി ഒരു കൂടിക്കാഴ്ച നടത്താൻ പെസഷ്കിയാൻ പലതവണ ശ്രമിച്ചിരുന്നു എന്ന വാർത്തകൾ പുറത്തുവരുന്നു. എന്നാൽ യാതൊരുവിധ പ്രതികരണവും മുജ്തബയിൽ നിന്നില്ല. മുജ്തബ പൂർണ്ണമായും IRGCയുടെ നിയന്ത്രണത്തിൽ. IRGCയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾക്കൊള്ളുന്ന ഒരു സൈനിക കൗൺസിൽ ഇപ്പോൾ പ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. മുജ്തബയ്ക്ക് ചുറ്റും സുരക്ഷാ വലയം ഏർപ്പെടുത്തിയിരിക്കുന്നത് IRGC. അതുകൊണ്ട് തന്നെ പെസഷ്കിയാനും മുജ്തബയും തമ്മിൽ ഭരണ ഏകോപനമില്ല. മുജ്തബയുടെ ആരോഗ്യസ്ഥിതി ഏറ്റവും ഗുരുതരമായ ഘട്ടത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് ഈ സാഹചര്യം. മുജ്തബയുടെ ഗുരുതര ആരോഗ്യ സ്ഥിതിവിശേഷം മുതലെടുത്ത് IRGC കൂടുതൽ പിടിമുറുക്കി. അമേരിക്ക ഇനിയും ആക്രമണം തുടർന്നാൽ അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനികളുടെ ആസ്ഥാനങ്ങൾ തങ്ങൾ തകർക്കുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ മുന്നറിയിപ്പ്. മിഡിൽ ഈസ്റ്റിലുടനീളമുള്ള ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ തുടങ്ങിയ മൾട്ടിനാഷണൽ കമ്പനികളെ തകർക്കുന്ന ആക്രമണങ്ങളിലേക്ക് തങ്ങൾ തിരിയും. ഇറാൻ US ഇസ്രയേൽ സംഘർഷം 32ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും ശക്തമായ ആക്രമണ തലത്തിലേക്ക് ഇസ്രയേൽ കുതിക്കുന്നു. ഇറാൻ സാഹചര്യത്തെക്കുറിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉടൻ രാജ്യത്തെ അഭിസംബോധന ചെയ്യുമെന്ന് വൈറ്റ് ഹൗസ് പറയുന്നു. അടച്ചിട്ട ഹോർമുസ് കടലിടുക്കുമായി ഇനി തങ്ങൾക്ക് ഒരുവിധ ബന്ധവുമില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞാൽ അത് യൂറോപ്യൻ രാജ്യങ്ങൾ കേൾക്കുന്ന വലിയ പ്രഹരമാകും. ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ആ ജോലി അങ്ങ് തീർക്കും. ഇതോടെ ഇറാൻ തകർന്നു വീഴുമെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനെതിരെയുള്ള ഏറ്റവും മാരകമായ ആക്രമണം അമേരിക്ക നടത്തും എന്ന സൂചനയാണോ ട്രംപ് ഇതുവഴി നടത്തുന്നത്? അങ്ങനെയെങ്കിൽ ഏത് മാർഗമാവും ആക്രമണത്തിന് ട്രംപ് തിരഞ്ഞെടുക്കുക? സ്വന്തമായി എണ്ണ കൊണ്ടുവരാൻ ബ്രിട്ടനോട് ആവശ്യപ്പെട്ട ട്രംപ് ഇപ്പോൾ തന്റെ നയം വ്യക്തമാക്കുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ സംരക്ഷണയ്ക്ക് ഇനി അമേരിക്ക ഇറങ്ങിത്തിരിക്കില്ല എന്നാണ് ട്രംപിന്റെ നിലപാട്. ഭാവിയെക്കുറിച്ചൊരു രൂപരേഖയുമില്ലാതെ ഒരു യുദ്ധത്തിലേക്ക് എടുത്തുചാടിയ അമേരിക്കയെ യൂറോപ്യൻ രാജ്യങ്ങൾ വല്ലാതെ വിമർശിച്ചിരുന്നു. ഹെഡ്ലൈറ്റുകളിൽ കുടുങ്ങിയ മുയലാണ് സർ കെയർ സ്റ്റാമർ എന്ന് ഇപ്പോൾ ബ്രിട്ടനിലെ MP-മാർ പരിഹസിക്കുന്നു. വലിയ പരിഭ്രമം UK-യിൽ ദൃശ്യമാണ്. ഇന്ധനവില കൂടുന്നത് ജനങ്ങളെ പരിഭ്രമത്തിലാഴ്ത്തുന്നു. വിമാന സർവീസുകൾ ഉൾപ്പെടെ നിശ്ചലമാകുമെന്ന ഭയം രാജ്യത്ത്. വിലക്കയറ്റം രൂക്ഷമായ തലത്തിലേക്ക് യൂറോപ്യൻ രാജ്യങ്ങളെ തളർത്തുകയാണ്. ഫുജിറ ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ശക്തമാക്കുമ്പോൾ ഇറാനെ തച്ചു തകർക്കാതെ ഇനി പിന്മാറരുത് എന്ന് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്കയോട് അഭ്യർത്ഥിച്ചു തുടങ്ങി. അതിൻ്റെ പ്രതിഫലനമാണ് സൗദി അറേബ്യയുടെ ആദ്യ അഭ്യർത്ഥന. ഇസ്രയേലും അമേരിക്കയുമൊക്കെ അതിമാരകമായ ആക്രമണങ്ങൾ ഇറാന് നേർക്ക് തുടരുന്നുവെങ്കിലും ഇപ്പോഴും പ്രത്യാക്രമണത്തിന് ഇറാന് എങ്ങനെ കഴിയുന്നു? ഇതാണ് ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തോടെ ആകെ പരിഭ്രാന്തിയിലായ യൂറോപ്യൻ രാജ്യങ്ങൾ തൊട്ടു പിന്നാലെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ ബന്ധപ്പെട്ടു.
ഇപ്പോഴിതാ അതിവിചിത്ര കാര്യങ്ങളാണ് ലോകത്ത് കാണുന്നത്. ഇറാനിൽ നിന്നുള്ള ഭീഷണിയെ നേരിടുന്നതിനായി മേഖലയിലെ പ്രധാന രാജ്യങ്ങളുമായി പുതിയ സഖ്യങ്ങൾ തങ്ങൾ രൂപീകരിക്കുമെന്നാണ് നെതന്യാഹുവിൻ്റെ പ്രഖ്യാപനം. ഈ സഖ്യത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങളുടെ പേരുകൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് നെതന്യാഹു പറഞ്ഞു. ചുരുക്കത്തിൽ വലിയൊരു ലോകക്രമത്തെ ഇനി ഇസ്രായേൽ നയിക്കും. ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ സൈനിക ശേഷി പൂർണ്ണമായി തകർത്തുവെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത്. എന്നിട്ടും ഇപ്പോഴും മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തൊടുക്കാൻ ഇറാന് സാധിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ സൈന്യത്തെ ഇത്ര വേഗത്തിലും ഫലപ്രദമായിട്ടും ലോകത്തിൽ നിർവീര്യമാക്കിയിട്ടില്ല എന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഗെക്സത്ത് പറയുന്നു. ദുർബലരായ ഇറാനിയൻ സൈന്യം ഇപ്പോൾ ഒരു കടുത്ത ശത്രുവായി തുടരുകയാണ്. ഇസ്രായേലിനും ഗൾഫ് അറബ് അയൽക്കാർക്കുമെതിരെ അവർ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങൾ പ്രാദേശിക അരാജകത്വത്തിന് വഴിവെക്കുന്നു. ഇത് വലിയ സാമ്പത്തിക രാഷ്ട്രീയ ഞെട്ടലാണ് ലോകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനിയെങ്കിലും പാശ്ചാത്യ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കുകയും ഇസ്രായേലിൻ്റെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്യണമെന്ന് ഇസ്രായേൽ പറയുന്നു. ഗൾഫ് രാജ്യങ്ങളോടും തങ്ങൾക്ക് പിന്നിൽ അണിനിരക്കാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പുതിയ സഖ്യത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നത് ഇറാനെ പരിഭ്രാന്തിയിലാഴ്ത്തി. തൊട്ടു പിന്നാലെ ക്ലസ്റ്റർ ബോംബുകൾ വാർഹെഡുകളാക്കി രൂക്ഷമായ മിസൈൽ ആക്രമണം ഇസ്രായേലിൻ്റെ നേർക്ക് ഇറാൻ തൊടുത്തു. ഒരു മരണം ഇസ്രായേലിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈപ്പിടിയിലാക്കുമെന്നായിരുന്നു നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അത്തരം നീക്കങ്ങൾ ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് കാണുന്നേയില്ല. ഇറാന്റെ തന്ത്രം വ്യക്തമാണ്. തുടർച്ചയായി അമേരിക്കയ്ക്ക് വേദനകൾ സൃഷ്ടിക്കുക, യുഎസിൻ്റെ യുദ്ധച്ചെലവ് വർദ്ധിപ്പിക്കുക. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള സിസ്റ്റൻസ് സെൻറ്റർ തിങ്ക് ടാങ്കിലെ സീനിയർ റിസർച്ചേഴ്സാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്നാൽ യുദ്ധത്തിൻ്റെ തുടക്കത്തേക്കാൾ വളരെ കുറവ് ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാനേ ഇപ്പോൾ ഇറാന് കഴിയുന്നുള്ളൂ എന്ന് ഇസ്രായേൽ വിദഗ്ധർ പറയുന്നു. ഇറാന്റെ യുദ്ധ ആദ്യ ദിനങ്ങളിൽ അവർ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ വെടിവെപ്പുകളെ അപേക്ഷിച്ച് ഇപ്പോൾ 86% ആക്രമണ നിരക്ക് കുറഞ്ഞിരിക്കുന്നു. ഇറാനിയൻ മിസൈലുകളിൽ നല്ലൊരു ശതമാനവും കുറഞ്ഞത് ആയുധപ്പുരകളിൽ പകുതിയെങ്കിലും വായുശക്തി ഉപയോഗിച്ച് ഇസ്രയേലും അമേരിക്കയും തകർത്തെറിഞ്ഞു. എന്നാൽ അറേബ്യൻ ഉപദ്വീപിലുടനീളമുള്ള സിവിലിയൻ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിച്ചുകൊണ്ട് ഇറാനികൾ അശ്രദ്ധമായുള്ള യുദ്ധതന്ത്രങ്ങളാണ് പയറ്റുന്നത്. യുഎസിനെ ഒരു ഒത്തുതീർപ്പ് മേശയിലെത്തിക്കുകയാണ് ഇത്തരം ആക്രമണങ്ങളിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നത്. സ്വന്തം ജനങ്ങൾ കൊല്ലപ്പെട്ടാലും ശത്രുവിനെ നിരന്തരം ഉപദ്രവിക്കുക എന്ന തന്ത്രം. അസമമായ ഒരു യുദ്ധമാണ് മേഖലയിൽ നടക്കുന്നത്. ഇറാൻ ദുർബലമായി എന്നത് വ്യക്തമാണ്. എന്നാൽ ഗറില്ല മോഡൽ യുദ്ധതന്ത്രങ്ങളിലേക്ക് ഇറാനിയൻ സേന കടക്കുമോ എന്ന് അമേരിക്കയും ഇസ്രയേലും ശങ്കിക്കുന്നു. ഇറാന്റെ പക്കൽ ശേഷിക്കുന്ന ആയുധശേഖരം തകർക്കുകയാണ് ഇനിയുള്ള ദിനങ്ങളിൽ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ലക്ഷ്യം. എന്നാൽ ഈ ലക്ഷ്യത്തിലേക്ക് കൂടുതൽ വേഗത്തിൽ പായുന്നത് ഇസ്രായേൽ തന്നെയാണ്. IDFനും മൊസാദിനുമൊക്കെ കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. അത് പൂർത്തിയാക്കുന്നതുവരെ ഇസ്രായേൽ യുദ്ധമുഖത്തുണ്ടാകും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.